ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ് മെയ് 12 എന്ന് പറയുന്നത്. ഒരുപാട് മാലാഖമാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ നഴ്സസ് ഡേ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു രോഗത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പേര്, ഒരു മുഖമുണ്ട്, ലിനി സിസ്റ്റർ. അതെ, എല്ലാവരും അത് എഗ്രി ചെയ്യും തന്നെയാണ്. നിപ്പ എന്ന് പറയുന്ന ഒരു രോഗം, ഒരു വൈറസ് വരുന്നു. നമ്മളൊക്കെ എനിക്കൊന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഈ സിസ്റ്ററിന്റെ പേര് കേൾക്കുന്നു, അത് കഴിഞ്ഞ് സിസ്റ്ററിന്റെ ന്യൂസ് കേൾക്കുന്നു. ഇപ്പോഴും ആ സിസ്റ്ററിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയതുകൊണ്ട് ലിനി സിസ്റ്ററിന് ഒരു ട്രിബ്യൂട്ട് നൽകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് കാണാം. ചിരിയും തമാശകളുമായി നമ്മൾ ഈ വേദിയിൽ ആഘോഷിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്ത ചില മുഖങ്ങളുണ്ട്. ഇന്ന് മാലാഖമാരുടെ ദിനം, നഴ്സസ് ഡേ. നഴ്സ് എന്നാൽ വെറുമൊരു ജോലിയല്ല, അത് കരുതലിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പേരാണ്. ആ പേരിന് സ്വജീവിതം കൊണ്ട് മാറ്റുകൂട്ടിയ ഒരാളുണ്ട്, ലിനി, സിസ്റ്റർ ലിനി. നിപ എന്ന മഹാമാരി നമ്മുടെ നാടിനെ വിറപ്പിച്ചപ്പോൾ സ്വന്തം ജീവിതം പണയപ്പെടുത്തി രോഗികളെ ശുശ്രൂഷിച്ചവൾ. മരണം തന്നെ തേടി വരുമെന്ന് ഉറപ്പായ നിമിഷം തന്റെ പ്രിയപ്പെട്ടവർക്കായി ലിനി എഴുതിയ ആ കത്ത് ഇന്നും മലയാളികളുടെ ഉള്ളിൽ ഒരു വിങ്ങലാണ്. സജീഷേട്ടാ, കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം. തന്റെ മക്കളെയും കുടുംബത്തെയും ഓർത്ത് ഉള്ളുരുകുമ്പോഴും ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറിയ ആ ധീരതയ്ക്ക് മുമ്പിൽ കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് ആദരമർപ്പിക്കുന്നു. ലിനി വെറും ഒരു വ്യക്തിയല്ല, നിസ്വാർത്ഥതയോടുകൂടി നമ്മളെ ഓരോരുത്തരെയും പരിചരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാലാഖമാരുടെ പ്രതീകമാണ്. ലിനിയുടെ ഏറെ പ്രിയപ്പെട്ട സജീഷേട്ടനും മക്കൾക്കും കുടുംബത്തിനും കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സജീഷേടാ, ഒരുപാട് സന്തോഷം കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിയിൽ ഇന്ന് കാണാൻ സാധിച്ചതിൽ. കാരണം എന്നും ഞങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു പേരാണ് ലിനി സിസ്റ്ററിൻ്റെ. സ്പെഷ്യലി ഇന്ന് ഇൻ്റർനാഷണൽ നഴ്സ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എത്രത്തോളം ലിനി സിസ്റ്റർ നമ്മുടെയൊക്കെ ഉള്ളിൽ കയറുന്നതെന്നുള്ളത്. അപ്പം ഈ ഒരു നിമിഷത്തിൽ എന്താണ് സജീഷേട്ടന് പറയാനുള്ളത്? ആദ്യമായി ഈ ഒരു വേദിയിലേക്ക്, അതായത് ഇന്ന് നഴ്സസ് ഡേ ആണ്, അപ്പോൾ ആ ഒരു ദിവസം ഈ വേദിയിലേക്ക് ഞങ്ങളുടെ ഫാമിലിയെ ഇവിടെ ക്ഷണിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നല്ല എല്ലാ സമയവും നഴ്സസ്മാരെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നഴ്സസ്മാരെ ഓർക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഓർക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വന്തം ലിനി ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ദിവസവും ഉള്ളത്. അതെ, ഇതാണ് നമ്മുടെ ലിനി സിസ്റ്ററിൻ്റെ മക്കള്. ഫോട്ടോയിൽ നമ്മൾ കുഞ്ഞുങ്ങളായിട്ടാണ് കണ്ടത്. സിസ്റ്റർ പറഞ്ഞ പോലെ, അതായത് ഒരുപാട് ആഗ്രഹങ്ങൾ ആ ലെറ്ററിൽ ഉണ്ടായിരുന്നു, മക്കളെ നന്നായിട്ട് നോക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇവരിൽ നിന്ന് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മക്കള് നന്നായിട്ട് തന്നെയാണ് സജീഷേട്ടനും പ്രതിഭ ചേച്ചിയാണെങ്കിലും നോക്കുന്നത്. ഒന്ന് മക്കളുടെ പേരും കൂടി ഒന്ന് ഞാൻ ചോദിക്കട്ടെ. എന്താ മോനെ പേരെങ്ങനെയാ? സിദ്ധാർത്ഥ്. ഏത് ക്ലാസ്സിലാ? ഞാൻ 5ലാണ്. ഓക്കെ. റിതുൽ. എട്ടിലേക്ക്. 8ലേക്ക്. ഓക്കെ. വലുതാകുമ്പോൾ എന്താകാനാണ് ആഗ്രഹം? പൈലറ്റ് ആവണം അല്ലേ? ഓക്കെ. മോൻ കുറച്ചും കൂടെ, എനിക്കൊന്ന് ഈ കുഞ്ഞായിരുന്നു ഏറ്റവും ഇളയത്. അപ്പൊ ആ സമയത്ത് അമ്മയുടെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ അമ്മ പറയോ പഠിച്ച വലുതാകുമ്പോ എന്താവണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറോ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അച്ഛൻ ഗൾഫിലായതുകൊണ്ട് പൈലറ്റ് ആവണം ആഗ്രഹം. അച്ഛൻ ഗൾഫിലായതുകൊണ്ട് പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. അമ്മയുടെ അപ്പൊ പറയുമായിരുന്നോ? അമ്മ ഇപ്പൊ എന്നാ പറയുമായിരുന്നു? ആണ്. ഓക്കെ. പറഞ്ഞു മോൻ എന്താ വലുതാകുമ്പോ? എനിക്ക് ഡോക്ടർ ആവാൻ. അടിപൊളി. അപ്പൊ പഠിച്ച് വലുതായി ഡോക്ടർ ആവണം. ഓക്കെ, സൂപ്പർ. ഓൾ ദി വെരി ബെസ്റ്റ്. പേര്? ദേവപ്രിയ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊഫഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവപ്രിയ ഇസ് എ നേഴ്സ്. ദേവപ്രിയ പ്രതിഭ ചേച്ചിയുടെ മോളാണ്. നേഴ്സ് ആവണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് എപ്പോഴാണ്? ആദ്യം ഞാൻ എല്ലാവരെയും പോലെ തന്നെ വിചാരിച്ച നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടും, അതൊരു പ്രൊഫഷണൽ കോഴ്സാണെന്നാണ്. പിന്നെ ലിനി സിസ്റ്റർ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായത് നഴ്സിംഗ് ഒരു ജോബ് മാത്രമല്ല, അതൊരു ഡിവൈനായിട്ട് ചെയ്യുന്നൊരു ജോബ്, അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ജോബാണെന്ന് അന്നേരം മനസ്സിലായത്. പിന്നെ ലിനി സിസ്റ്റർ എന്താ പറയുക, എനിക്കൊരു നേഴ്സ് മാത്രമല്ല, എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യാൻ ബാക്കി വെച്ച ആഗ്രഹങ്ങൾ എന്നിലൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സജീഷിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ ഒരു ടൈം നമ്മൾ വെറുതെ ഒന്ന് കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചത്, അല്ലാതെ എങ്ങനെയാണ് ഈ ഒരു എന്താണ് പറഞ്ഞത് അവരോട്? സ്പെഷ്യലി ലെറ്റർ കിട്ടുന്നതിൻ്റെ മുമ്പേ അല്ല ലെറ്റർ കിട്ടിക്കഴിഞ്ഞ്?
ലെറ്റർ എനിക്ക് കിട്ടിയത് ലിനി മരണപ്പെട്ടതിന് ശേഷമാണ്. മരണപ്പെട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഈ ലെറ്റർ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ലിനി വിട്ടുപോയതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ലെറ്ററും കൂടി കിട്ടിയ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് അവള് ഈ ഒരു വേർപാട് അറിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യം ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു വലിയൊരു നമ്മളെ ഒരു വലിയൊരു വേദനയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് മക്കളെ ഫേസ് ചെയ്യുന്നതായിരുന്നു പിന്നെ അടുത്തതായിട്ടുള്ള ഒരു വലിയൊരു കാര്യം. വീട്ടിലേക്ക് എത്തിയ സമയത്തും എന്താണ് മക്കളോട് പറയാമെന്നറിയില്ല. കാരണം ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. ഗൾഫിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് ആണ് മക്കൾക്ക് ഉണ്ടായിരുന്നത്. അവരവിടെ വന്ന സമയത്ത് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു കരുതലായിരിക്കാം. എൻ്റെ മൂത്ത മകൻ ഋതുൽ 1-2 ദിവസം കഴിഞ്ഞ സമയത്ത് ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് മകൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അമ്മ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ആ രീതിയിൽ. അത്ര പോലും ആ സമയത്ത് ഒരു 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയൊരു വയസ്സിലും അത്ര ഒരു പക്വത കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളയ മകനാണെങ്കിലും ഇപ്പോൾ ലിനി ഞങ്ങളെ വിട്ടുപോയ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഈവൺ ആ രോഗത്തെപ്പറ്റി പോലും മക്കൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് നഴ്സസ് ഡേ ആണെങ്കിലും ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആണെങ്കിലും മാലാഖമാരാണ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും അടുത്ത് കണ്ട ഒരു മാലാഖ, ലിനി നഴ്സിനെ. ലിനി സിസ്റ്റർ ഞങ്ങളുടെ മാലാഖയാണെങ്കിൽ ഈ കുടുംബത്തിന്റെ മാലാഖ എന്ന് പറയുന്നത് പ്രതിഭ ചേച്ചി തന്നെയാണ്. യെസ് പ്രതിഭ ചേച്ചി പറഞ്ഞോളൂ. ഞാൻ ശരിക്കും ലിനി സിസ്റ്റർ ഫാമിലിയിലേക്ക് ഒരു അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ്. കാരണം ഒരിക്കലും ഞാൻ പലപ്പോഴും എല്ലാവരെ പോലെ തന്നെ ഞാനും ന്യൂസുകളിലും ഇതിലും മാത്രമേ ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ. സജീഷേറെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇങ്ങനൊരു പ്രപ്പോസൽ എനിക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ മോളൊപ്പം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ടൈമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഓളെയാണത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, മോള് നമ്മളെ യൂട്യൂബിലും ഇതിലൊക്കെ ഇവര് നല്ലോണം കാണാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോളൊന്ന് ചാനൽ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ വേറെ ആരെ കണ്ടില്ലേലും നമുക്ക് മക്കളെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. കാരണം ഞാൻ എൻ്റെ മക്കളായി ഏറ്റെടുക്കുന്നത് സജീഷറിൻ്റെയും ലിനി സിസ്റ്ററേയും മാത്രം മക്കളെയല്ല, എല്ലാവരെയും മക്കളാണ്. മലയാളികളെ ഒരുമിച്ചുള്ള കേരളക്കാരെ മൊത്തം മക്കളെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ എന്തായാലും അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ മോള് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ്, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മ എന്തായാലും അമ്മേൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവള് തന്നൊരു സപ്പോർട്ട് ഉണ്ട് എനിക്ക്. കാരണം അവള് വലിയൊരു കുട്ടിയാണ്, ഞാൻ പുതിയൊരു ഫാമിലിയിലോട്ട് പോവാണ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് അവളോട് സപ്പോർട്ട് തന്ന സമയത്ത് പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനായി ജീവിച്ചാല് ഞാനൊരു അമ്മയാവും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അതേപോലെ തന്നെ അവരെന്നെ ഇപ്പൊ വിളിക്കുന്നതും അമ്മ എന്നാണ്. പിന്നെ അമ്മ വിളിക്കേ അമ്മ തന്നെയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു അർജുൻ, നമുക്ക് ഒരു ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ വി ഫീൽ അർജുൻ്റെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നു. ഇല്ല, സത്യം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, പറയുന്നതിൽ എന്തോരം ശരിയുണ്ട് എന്തോരം തെറ്റുണ്ടെന്നറിയില്ല. എന്നാലും ഇന്ത്യയിലോ നാട്ടിലോ കേരളത്തിലോ വർക്ക് ചെയ്യുന്ന നഴ്സുമാർ വെളിയിൽ ഇഷ്ടംമാതിരി നമ്മുടെ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്. അവരെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നഴ്സുമാർ. കാരണം കിട്ടുന്ന ശമ്പളത്തിന് മുകളിലുള്ള സ്നേഹവും കെയറുമാണ് അവർ ഓരോ രോഗികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ഒരിക്കലും ശമ്പളം നോക്കിയിട്ടല്ല, ഒരിക്കലും. അപ്പോൾ സന്തോഷം, കുട്ടി ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതിൽ തന്നെ സന്തോഷം. കേരളത്തിൽ, ഇന്ത്യയിലെ എല്ലാ ഹോസ്പിറ്റലിലെ ഉടമസ്ഥർക്കും നഴ്സുമാർക്കും ഇതിലും കൂടുതൽ ശമ്പളം കൊടുക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സൈഷേട്ടനും പ്രതിഭ ചേച്ചിയും കൂടി ലിനി ചേച്ചിക്ക് വേണ്ടി കൊടുക്കുന്നൊരു പാട്ട് പോലെ ഞാൻ ഈ പാട്ട് പാടിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ
ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി. ആ ലാ 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 ലാ. അർജുൻ ബ്യൂട്ടിഫുൾ. താങ്ക് യു ചേച്ചി. ഭയങ്കര സങ്കടത്തോട് ഞാൻ പാടിയ പാട്ട്. പക്ഷെ അത് എനിക്കറിയാം, അർജുൻ ആ പാട്ട് പാടുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ലിനി സിസ്റ്ററിന്റെ ചിരിച്ച മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ലിനി സിസ്റ്റർ ലെറ്ററിലും പറഞ്ഞത് എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഹാപ്പി മൊമെന്റ്സ് തന്നെ ആയിക്കോട്ടെ. പിള്ളേരെല്ലാവരും വലുതായിട്ട് വേണം ഇനി ഒരു വരവും കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ, നിങ്ങളുടെ സന്തോഷ വാർത്തകളൊക്കെ പറയാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ മെയിൻ ഉണ്ട്, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഉണ്ട്. അപ്പം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് തീരുമാനിക്കണ്ടേ? പിന്നെ പറയണ്ടേ? പിന്നെ പ്ലീസ് ജോയിൻ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. അവിടെ വരാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിതി ചിതി പല ചുരി. അപ്പോ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് goes to Lini and family. Lini sister and family. അങ്ങനെ പറ. ലിനി അല്ല, you know, I still feel she's here. അതുകൊണ്ട് Lini sister and family. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അതോടൊപ്പം തന്നെ വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതിഭ ചേച്ചി അതിന് ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനിയും സന്തോഷത്തോടെ നമ്മുടെ ഈ വേദിയിൽ വരണം, കാണണം. ഓക്കെ, പ്രതിഭ ദ ടീച്ചർ. പ്രതിഭ ദ ടീച്ചർ ഒരു ഗുഡ് ലീഡറാണ് പ്രതിഭ എന്ന് പറയുന്ന ടീച്ചർ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ എന്താ പറയുന്നത്, ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് നഴ്സുമാർ അല്ലെങ്കിൽ മാലാഖമാർ ഇതുപോലെ കടന്നു പോയിട്ടുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കാണ്. ഒപ്പം തന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഇന്ന് ജോയിൻ ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഒരു ബിഗ് സല്യൂട്ട്. കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ സേവിങ് അവർ ലൈഫ്. ഇതുപോലെ നമുക്ക് ഇവിടെ ചിരിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെ, അത് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ താങ്ക് യു പറയുന്നു. വിത്ത് ദിസ് കോമഡി മാസ്റ്റേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാം. ബൈ, ഗുഡ് നൈറ്റ്.